ഇപ്പോൾ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. എല്ലാവർക്കും ഒരു മധുരം തരുന്നുണ്ട് ആദ്യം. ഇനി എന്ത് വകയാണെന്ന് നിങ്ങൾക്ക് പറയാം ഈ മധുരം. എന്ത് വകയാണെന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? ഇന്നാണ് എൻ്റെ പിറന്നാൾ. അത് ഇതേവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. അല്ല, ഔദ്യോഗിക രേഖ അനുസരിച്ച് 21/3/44 എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഇടവം 10-നാണ് ജനനം. അതായത് 45 മെയ് 24. അപ്പോൾ ഇതേവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അതെയോ? അത്രയും ആട്ടെ, അതാണ് കണക്കെന്നറിയാം. 45 മെയ് 24 അതാണ് ജനന തീയതി. പക്ഷേ മറ്റത് തിരുത്താനൊന്നും പോകുന്നില്ല. 21/3/44 തന്നെയാണല്ലോ ഔദ്യോഗികമായിട്ടുള്ളത്. അതാണ് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഇന്നിപ്പോൾ നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ തമ്മിൽ കാണാമെന്ന് വെച്ചത്. നാളെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു ദിനമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്ന ദിനമാണ് നാളെ. അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനും നേരിട്ട് സന്തോഷത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിനകത്തും പുറത്തുമുള്ളത്. പക്ഷേ എല്ലാവർക്കും പങ്കെടുക്കാനാകും വിധം ചടങ്ങ് നടത്തൽ പ്രായോഗികമായിട്ട് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരുക്കിയ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് പരമാവധി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി വെച്ചിരിക്കുന്നത്. സ്റ്റേഡിയത്തിനുള്ളിൽ ഒതുങ്ങുന്നവർക്ക് മാത്രമേ സ്റ്റേഡിയത്തിനകത്ത് കടക്കാൻ പറ്റുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് പുറത്തുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് കാണുന്നതിനുള്ള സൗകര്യവും 3-4 കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസ്സാകെ ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പൊതുസമൂഹം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തവരാകെയാണ്. അവരെ ആകെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ പുറംതിരിഞ്ഞു നിന്നാൽ ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമാവില്ല. അപ്പോൾ ജനങ്ങളുടെ സഹകരണമാണ് ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിൽ പങ്കെടുത്ത
മുഴുവൻ പൗരജനങ്ങളെയും രാഷ്ട്രീയ വേർതിരിവുകൾക്ക് അതീതമായി ഈ ഘട്ടത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അവരാണ് ജനാധിപത്യം നിലനിൽക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്തിപ്പെടുന്നവർക്ക് പരിമിതമായ സൗകര്യങ്ങളെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി സഹകരിക്കാൻ തയ്യാറാകണമെന്ന് എല്ലാവരോടും മുൻകൂട്ടി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. സ്വയമേവ നിയന്ത്രിക്കാനും വളണ്ടിയറാകാനുമൊക്കെ ഓരോ ആളും സന്നദ്ധമാകണമെന്നാണ് മുൻകൂട്ടി തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. വിവിധ തലങ്ങളിൽപ്പെട്ടവരാണ് പങ്കെടുക്കുക. രക്തസാക്ഷി കുടുംബങ്ങളിൽപ്പെട്ടവർ, പ്രമുഖരായ ജനനേതാക്കൾ, അഭിവന്ദ്യരായ വൈദികർ, മറ്റ് മത പുരോഹിതന്മാർ, അധ്യാപക ശ്രേഷ്ഠർ, പൊതുപ്രവർത്തകർ, സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിലുള്ള ഉന്നതർ, സാംസ്കാരിക നായകർ, ഇങ്ങനെ പല തലമുറയിൽപ്പെട്ടവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നാളെ എത്തിച്ചേരും. അങ്ങനെ നോക്കിയാൽ കേരളീയ സമൂഹത്തിൻ്റെ കൃത്യമായ ഒരു പരിച്ഛേദമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഒരു പരിച്ഛേദമായല്ല, കേരളത്തിൻ്റെ ആകെ സാന്നിധ്യമായി തന്നെയാണ് ഞങ്ങളതിനെ പരിഗണിക്കുന്നത്. ഇപ്പോൾ മുഴുവൻ കേരളത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാവും, ജാതി മത വ്യത്യാസമുണ്ടാകില്ല. എന്നാൽ മറ്റൊരു കാര്യം, സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക, കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായിട്ട് തന്നെയാണ് നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. അങ്ങനെ കേരളത്തിൻ്റേതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരമേൽക്കുന്ന സർക്കാർ. ആ മനോഭാവത്തോടെ മാത്രമേ സർക്കാർ പ്രവർത്തിക്കൂ. അതേ മനോഭാവത്തോടെയുള്ള പ്രതികരണം സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുമെന്നും കരുതുകയാണ്. തെരഞ്ഞെടുപ്പ് നല്ല വീറോടെയും വാശിയോടെയും തന്നെയാണ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ വിവിധ പാർട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഭൂരിപക്ഷം ലഭിച്ച മുന്നണി മന്ത്രിസഭയുണ്ടാക്കുന്നു. ഇനി വേണ്ടത് നമ്മുടെ നാടിനെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കണം. ജനനന്മയ്ക്കും നാടിൻ്റെ ഒരുമയ്ക്കും വേണ്ടിയുള്ള ഒന്നുചേർന്ന പ്രവർത്തനം, അതാണ് ഇനി നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഇത്തരമൊരു കാര്യത്തിനുള്ള സ്നേഹസഹകരണങ്ങൾ ജനങ്ങളിൽ നിന്നാകെ ഉണ്ടാവണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ എത്താൻ കഴിയാത്ത പലരും ഇപ്പോൾ തന്നെ ആശംസകൾ അറിയിച്ചവരുണ്ട്. നാളത്തെ സുപ്രധാന നിമിഷത്തിനു വേണ്ടി വിശ്രമരഹിതമായി
രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചവരുണ്ട്. എല്ലാവർക്കും മനസ്സിൽ തൊട്ട് നന്ദി പറയുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കഴിഞ്ഞിട്ട് പറയാം. നാളെ കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ, അതല്ലേ നല്ലത്. നാളെ കഴിഞ്ഞേതായാലും കാണൂലേ. അതിപ്പോൾ നാളെ വൈകിപ്പോകുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണുന്നത്. ഇത് പറയാൻ ഒരവസരം നാളെ ഉണ്ടാവില്ല. നാളെ വൈകുന്നേരം 4 മണിക്കാണ് നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അത് കഴിഞ്ഞൊരു 5 മണി കഴിയും സാധാരണ എല്ലാവരും സത്യപ്രതിജ്ഞ ചൊല്ലി കഴിയുമ്പോഴേ. പിന്നെ സാധാരണ നടപടിക്രമമനുസരിച്ച് ഗവർണറുടെ അടുത്ത് പോകണമല്ലോ. ഗവർണറുടെ അടുത്ത് പോയൊക്കെ തിരിച്ചു വരുമ്പോഴേക്ക് അതിൻ്റെ സമയം കണക്കാക്കാറ് നമുക്ക്. പിന്നെ ക്യാബിനറ്റ് ചേരണം. അപ്പോൾ ആ ക്യാബിനറ്റ് യോഗം എല്ലാം കഴിയുമ്പോഴേക്കൊരു 6:30-7 മണി എന്തായാലും കഴിയുമെന്ന് നമ്മൾ കണക്കാക്കണമല്ലോ. അതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. എന്താണ് ഉണ്ടാവും, നാളെ ഉണ്ടാവും. ആ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ എന്താണെന്ന് നിങ്ങളെടുത്ത് പറയാം. ഓ, എല്ലാവരുടെയും പേരുകൾ കിട്ടിക്കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നുകൊണ്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. നാളെ കാലത്ത് ഗവർണറെ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മന്ത്രിമാരുടെ പേരോടുകൂടി നാളെ കാലത്താണ് കാണുക. ഇന്ന് പുന്നപ്രയും വയലാറും അവിടെ പോയി പുഷ്പാർച്ചന നടത്തുന്ന അത് CPIയും CPIഎമ്മും കൂടി അതിൽപ്പെട്ട മന്ത്രിമാർ പോയി പുഷ്പാർച്ചന നടന്ന ചടങ്ങാണ്. ഒക്കെ നാളെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുൻപ് വകുപ്പുകളൊക്കെ അറിയിക്കുന്ന നിലയുണ്ടാവും. മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷമായിരിക്കില്ല, അതിന് മുൻപ് തന്നെ അറിയിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPIഎമ്മിൽ നിന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്നുണ്ട്. സഖാവ് SRP അവിടെ ചികിത്സയിലാണ്. ഇപ്പോൾ ആരോഗ്യം ഇങ്ങോട്ട് വരാൻ അനുവദിക്കുന്നില്ല. ഒരു വീഴ്ചയിൽ പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയില്ല. ബാക്കിയുള്ളവരാരൊക്കെയാണെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് വിവരമില്ല. ഈ അഴിമതി രാഷ്ട്രീയക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഉദ്യോഗസ്ഥരും കൂടെ ഇതിൽ പങ്ക് ചേർന്നെങ്കിലേ പറ്റൂ. ഇതിന് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സംവിധാനം കാണുന്നു? പിന്നെ പിന്നീട് പറയുന്നതാണ് കൂടുതൽ ഉത്തമം. അഴിമതി എന്ന് പറയുമ്പോൾ എല്ലാ തലങ്ങളിലുമുള്ള അഴിമതിയാണ്. ഇപ്പോൾ ഞാൻ നാളെ മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഞാൻ കേട്ടത് ഇപ്പോൾ അടുത്ത ദിവസം കേട്ടൊരു കാര്യം, ഒരാൾ ഹൈദരാബാദിൽ പോയി. അപ്പോൾ അയാളുടെ സുഹൃത്തിനോട് പറയുകയാണ്, ഇപ്പം ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നുള്ളൂ, അയാൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോയതാണ്. അത്തരൊരു അപ്പോൾ ഈ ആരോടാണോ പറഞ്ഞത് അദ്ദേഹത്തിന് എന്നെ അറിയാം. ഇത് ഉണ്ടാവില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞയാളെ ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എനിക്കും ബാധകമായിട്ടുള്ളതാണ്, എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കും ഈ മന്ത്രിസഭ. എന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ശ്രദ്ധയിൽപ്പെടുത്താനും മടിക്കണ്ട. സ്റ്റാഫ് എപ്പോഴും മന്ത്രിമാരെ പോലെ തന്നെ പ്രാപ്തരായവരായിരിക്കണമല്ലോ. അവർ കറകളഞ്ഞവരായിരിക്കണം, പരിശുദ്ധിയുള്ളവരായിരിക്കണം, അഴിമതിക്ക് വിധേയരാകുന്നവരാകരുത്. അതൊക്കെ എപ്പോഴും നോക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട്. ശരി. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു. മുഴുവൻ ആളുകളെയും, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുകൊണ്ട മുഴുവൻ ആളുകളെയും നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കും ഒപ്പം തന്നെ വോട്ട് ചെയ്ത അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത എല്ലാ സമ്മതിദായകർക്കും അഭിവാദ്യങ്ങൾ നേരുകയും ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. ഈ സർക്കാർ, നാളെ അധികാരത്തിൽ വരുന്ന സർക്കാർ
ജനങ്ങളുടെ സർക്കാരാണ്. ഈ സർക്കാരിന് കക്ഷി രാഷ്ട്രീയ ഭേദം ഉണ്ടാവില്ല, മത സാമുദായിക ജാതി ഭേദമുണ്ടാകില്ല എന്നാണ് പിണറായി വിജയൻ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്. ഒപ്പം തന്നെ അഴിമതി രഹിത സർക്കാരായിരിക്കും, അഴിമതി എല്ലാ വിധത്തിലുള്ള അഴിമതിയും ഈ സർക്കാർ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനമാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. വിശദാംശങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ പറയൂ സുനിൽ കേൾക്കാമെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞത് എന്തൊക്കെയാണ്? എന്തായാലും വാർത്താ സമ്മേളനം അല്പസമയം മുൻപാണ് കഴിഞ്ഞത്. നിയുക്ത മുഖ്യമന്ത്രി നാളെ പിണറായി വിജയൻ ഉൾപ്പെടുന്ന മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും അവിടെ തകൃതിയായി നടക്കുകയാണ്. അതേ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചത്. വരാൻ പോകുന്ന സർക്കാർ കേരള ജനതയുടെ സർക്കാരായിരിക്കും, സാധാരണക്കാരൻ്റെ സർക്കാരായിരിക്കും, അഴിമതി മുക്ത സർക്കാരായിരിക്കും എന്നതാണ് പിണറായി വിജയൻ പറഞ്ഞത്. നന്മയുടെ, പുരോഗതിയുടെ, സാഹോദര്യത്തിൻ്റെ സർക്കാരാണ് വരാൻ പോകുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഒപ്പം തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുകൊണ്ട എല്ലാവർക്കും അഭിവാദ്യങ്ങളും അർപ്പിച്ചു പിണറായി വിജയൻ. സുനിൽ പറയൂ. സുനിൽ കേൾക്കാമെങ്കിൽ പറയൂ. സുരാജ്, നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെ കുറിച്ചാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ആദ്യം ജന്മദിനത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും മധുരം നൽകിക്കൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഈ സർക്കാർ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലെയും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ സർക്കാർ അധികാരമേൽക്കാൻ പോകുന്നത്. നന്മയും അതുപോലെ തന്നെ നീതിയും സമൃദ്ധിയും സാഹോദര്യവും സമാധാനവും ഒക്കെ ഉറപ്പാക്കുന്ന ഒരു സർക്കാരായിരിക്കും ഈ സർക്കാർ. ജാതിമത ചിന്തകൾക്ക് അപ്പുറത്ത് നിന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു കേരളത്തിലെ സർക്കാരായിരിക്കും LDF സർക്കാർ എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയുണ്ടായി. എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സമീപനം തന്നെയായിരിക്കും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തിരിച്ചും എല്ലാവരും അത്തരത്തിലുള്ളൊരു മനോഭാവത്തോടെ സർക്കാരിനോട് അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദം ഇതിനകത്തുണ്ടാകില്ല, ജാതി മത ചിന്തയോ വേർതിരിവോ ഈ സർക്കാരിന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇടതുപക്ഷത്തിൽ നിന്നുള്ളവർ മാത്രമല്ല ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാനായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ മതത്തിൽപ്പെട്ടവരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സുവർണ നിമിഷത്തിലേക്ക് ഒരു സുവർണ നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടുവന്ന ഇവിടുത്തെ വോട്ടർമാർക്കെല്ലാം അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. വളരെ വലിയൊരു വിപുലമായിട്ടുള്ള ഒരു ആളുകളുടെ സാന്നിധ്യം തന്നെയാണ് നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വൈകുന്നേരം നടക്കുക. അതിനുശേഷം ഗവർണറുമായി ഉള്ള വിരുന്ന് സൽക്കാരം, അതിനുശേഷമാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ, ഈ സർക്കാരിൻ്റെ നയമെന്താണ്, ഈ സർക്കാർ ഏത് രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ഇതിന് വാർത്താ സമ്മേളനത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം സർക്കാരിൻ്റെ മറ്റു കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ എല്ലാം അറിയിക്കാം എന്നാണ് പറഞ്ഞത്. ശരി സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് സുനിൽ പങ്കുവച്ചത്.